CID നിന്നാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം മോഷണം നടന്നിരുന്നു. ആ, നിർമ്മലിന്റെ വീട്ടിൽ നടന്നിരുന്നു. ഏതാ നിർമ്മലിന്റെ വീട്? അത് ഈ വീടാ. ഓ, ആരാ ഈ വീടിന്റെ ഉടമ? ഞാനാ. എത്ര നാളായി താമസം തുടങ്ങിയിട്ട്? കല്യാണം കഴിഞ്ഞത് തൊട്ട്. ആരുടെ കല്യാണം? എന്റെ അച്ഛന്റെ അമ്മയുടെയും. ഓ, അച്ഛന്റെ അമ്മ. എവിടെ അച്ഛനമ്മയും? അയ്യോ സോറി അനിയ, എനിക്കറിയണ്ടായിരുന്നില്ല. എപ്പോഴായിരുന്നു? അതല്ല, മുകളിലെ റൂമിലുണ്ടെന്ന്. എന്താ മോഷണം പോയത്? 50 ലക്ഷത്തിന്റെ 5 കിലോ സ്വർണം. നിങ്ങളെന്താ ചെയ്യണേ? ഞാൻ നന്നായി നുണ പറയും. കടയിൽ പോയി ഉരുളൻകിഴങ്ങ്, തക്കാളി, സബോള എല്ലാം കുറച്ച് വാങ്ങിക്കോ. 100 രൂപയുണ്ട്. പിന്നെ ബീൻസ്, ക്യാരറ്റ്, വെണ്ടയ്ക്ക എല്ലാം ഒരു 100 ഗ്രാം വാങ്ങിക്കോ. ബാക്കി കാശ് മറക്കാണ്ട് കൊണ്ടുവരണേ. ശരി, വാങ്ങിച്ചിട്ട് വരാം. ഒന്ന് നിന്നേ മോളെ, അമ്മയ്ക്ക് നല്ല തലവേദനയുണ്ട്. അതേ, ഇത് നാല് ഈ സീരിയലിൽ ഇരുന്ന് കണ്ടിട്ടാണ്. വരുമ്പോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിട്ട് വന്നോളോ. കാശ് അതല്ലേ 100 രൂപ തന്നിട്ടുള്ളത്. ശരി അമ്മ. മോളെ, കടയിലേക്കാണോ പോണേ? അല്ല, വഴിപാട് കഴിക്കാൻ അമ്പലത്തേക്കാ പോണേ. ഇവിടെ എപ്പോഴും എന്നെ കളിയാക്കും. കടയിന്ന് വരുമ്പോ അമ്മാമ്മയ്ക്ക് കുറച്ച് തക്കാളിയും സബോളയും വാങ്ങിക്കൊണ്ടുപോവാ. പൈസ ആയോ? എന്റെ കയ്യിലുള്ള കാശിന് മേടിച്ചിട്ട് വാ, വന്നു കഴിഞ്ഞ അപ്പൊ തന്നെ തരാം. മോളെ, അമ്മാമയ്ക്ക് ആവശ്യമുള്ളൊക്കെ വാങ്ങിച്ചു കൊടുക്ക്. ചെറുപ്പത്തിൽ എന്നെ കൊറേ എടുത്ത് നടന്നിട്ടുള്ളതാ. പിന്നെ ബാക്കി കാശ് 10 രൂപ കൊണ്ടുവരാൻ മറക്കല്ലേ. ചേച്ചി, പറ രചനെ. കാർ ഓടിക്കാൻ ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞില്ലേ? ഇതാ ഞാൻ പറഞ്ഞ ആള്. വണ്ടിയൊക്കെ നന്നായി ഓടിക്കാൻ അറിയോ? വണ്ടിയൊക്കെ നന്നായി ഓടിക്കും. എത്രയോ എന്റെ മാസ ശമ്പളം? സ്റ്റാർട്ടിങ്ങിന് 15,000 രൂപ. സ്റ്റാർട്ടിങ്ങിന് 15,000 രൂപയോ? എടാ പൊന്നോ, നീ വിട്ടോ? എന്താ അവനോട് പൊക്കോളാൻ പറഞ്ഞേ? വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനേ 15,000 രൂപ. അപ്പൊ വണ്ടി ഒന്ന് ഓടിച്ച എത്രയായിരിക്കും? ഇല്ല ചേച്ചി, ഞാനേ ഡ്രൈവിംഗ് പഠിച്ചിട്ട് വരാം. അതാ ഞാൻ തന്നെ പോയി പഠിച്ചിട്ട് വരാന്ന് വിചാരിക്കണേ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ വേഗം വരാം.